പത്രക്കാർക്ക് മുഴുവൻ രാവിലെ എന്നെയും കൂടെ വിളിച്ചിട്ടുള്ളതുകൊണ്ട് എന്തോ വലിയ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുള്ള ഒരു ധാരണ കേരളത്തിലുള്ള മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാനും ഒരു കർഷകനാണ് എന്നവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്ത കൊടുത്തതെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കും ചെറുതായി നിങ്ങളൊക്കെ വലിയ കർഷകരും അല്ലെങ്കിൽ കർഷക കാര്യങ്ങളെക്കുറിച്ച് കൃഷിയെക്കുറിച്ചൊക്കെ വലിയ വിവരമുള്ളവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും. കുറച്ചൊക്കെ ഈ പറയുന്ന തെങ്ങ് കൃഷിയാണെങ്കിലും നെല്ലാണെങ്കിലും അതുപോലെ തന്നെ റബ്ബറും അതുപോലെ തന്നെ ഏലവുമൊക്കെ ചെറുതായി കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഏലമാണെങ്കിലും തെങ്ങാണെങ്കിലും നെല്ലാണെങ്കിലും റബ്ബറാണെങ്കിലും യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയിൽ മാത്രം, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളമാണ് ഇതിൻ്റെയൊക്കെ പേര്. തേങ്ങ എന്ന് പറഞ്ഞാൽ കേരളം, റബ്ബറെന്ന് പറഞ്ഞാൽ കേരളം. ഇതൊക്കെ മിക്കവാറുള്ള ഈ കൃഷികളെല്ലാം കേരളവുമായി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃഷികളാണിതെല്ലാം. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന മറ്റ് കർഷക സമരങ്ങളും മറ്റ് വലിയ പ്രക്ഷോഭങ്ങളും എല്ലാം ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളോ അല്ലെങ്കിൽ ഒന്നും അല്ല നടക്കുന്നത്. ഇത് ശ്രദ്ധയിൽ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ ഇതിനൊരിക്കലും ഒരു പരിഹാരം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാനിതുപോലെ റബ്ബറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് റെമഡികളും കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിഹാരം കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷെ അതുകൊണ്ട് അതിനെ ഒരുപാട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിന് പറ്റിയ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ അതിന് ഒരു വലിയ കൂട്ടായ്മ. നിങ്ങൾക്കറിയാമല്ലോ കാര്യം, രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരുടെ കയ്യിലാണ് വോട്ടുള്ളത് അവനെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകുകയുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ വോട്ടുണ്ട്, നമ്മൾ നിയന്ത്രിക്കാൻ കഴിയുവാനുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ നമ്മൾ വിചാരിച്ചാൽ തോൽപ്പിക്കുവാനും ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വോട്ട് പറയുന്ന നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ആളുകളെല്ലാം വളരെ വ്യക്തമായി നമുക്ക് നടപ്പിലാക്കുവാൻ വേണ്ടി ഇവർ വാശി പിടിച്ച് ഡൽഹിയിലാണെങ്കിലും തിരുവനന്തപുരത്തേക്കും നമുക്ക് ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ശക്തമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാതിരുന്നാൽ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയില്ല. ശരിക്കും തോന്നുന്ന കാര്യം ഇതൊരു നിമിത്തമാണ്. കാര്യം മാധ്യമങ്ങൾ ഇപ്പോൾ വളരെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രസ്താവന ഇങ്ങനെ വായിക്കുമ്പോൾ വരികയുണ്ടായി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത മീറ്റിംഗ് കൂടുമ്പോൾ അതുപോലെ ചിന്ത ഉണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മറ്റൊന്നുമല്ല, കാരണം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ പൊളിറ്റിക്സ് മൊത്തം എടുത്താൽ ഇന്ത്യയുടെ ആളുകളുടെ മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും ഓരോ ആളുകളുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടുന്നതും സംരക്ഷിക്കപ്പെടുന്നതും വാങ്ങിച്ചെടുക്കുന്നതും അവർ ഒറ്റയ്ക്ക് ഒരാൾ ഒന്നും നേടുന്നില്ല. എല്ലാവരും കൂട്ടായ്മ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. SNDP അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന കർഷക സംഘടനയെ സംബന്ധിച്ചോളം SNDP യോഗത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഞങ്ങളുടെ ഒരു പോളിസിയുണ്ട്. അതായത് ഇവിടുത്തെ നസ്രാണി മുതൽ ഇവിടുത്തെ നായാടി വരെയുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മ വേണം എന്ന SNDP യോഗത്തിന് വലിയ ഒരു അവിടെ ബോർഡ് മീറ്റിംഗിൽ വെച്ച് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഞങ്ങളെല്ലാവരും 100% നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് നമുക്ക് എല്ലാം ഒരുമിച്ച് നിന്നാൽ ഈ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നേടുവാൻ കഴിയും. നമ്മുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയിലുള്ള പല പ്രത്യേകിച്ച് കേരളത്തിൽ. ഇവിടെ തന്നെ വളരെ ചെറിയ ന്യൂനപക്ഷത്തിലുള്ള ചില ആളുകൾ, വിരലിലെണ്ണാവുന്ന ആളുകൾ, മുസ്ലിം സഹോദരന്മാരായിട്ടുള്ള ചില ആളുകൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നിങ്ങൾ കണ്ടതാണ്. ആലപ്പുഴയിൽ വന്ന് അരി വേണം അല്ലെങ്കിൽ മലരിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തിയത് നിങ്ങൾ കണ്ടതാണ്. പാലാ ബിഷപ്പിൻ്റെ അടുത്ത് പോയി നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് എന്തൊക്കെ മോശമായി ടെലിഫോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റം ചില ആളുകളുടെ നിന്നുണ്ടായി. ഇത് ചില വ്യക്തികൾ ചെയ്യുന്ന ചില പ്രശ്നങ്ങളാണ്. ഇപ്പം കാശ്മീരിൽ പോയി തുണിപൊക്കി നോക്കി വെടിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളും ചിന്തിക്കേണ്ടേ? ഈ രാജ്യത്തെ സംബന്ധിച്ചോളം ഈ പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അവരുടെ ജീവിത പ്രശ്നങ്ങളും അവരുടെ വളർച്ചയ്ക്കും അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനും അവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന വിരലിലെണ്ണാവുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നം കൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മൾ തീവ്രവാദം അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകളെ സൃഷ്ടിച്ചു വിടുന്ന ഒരു സ്റ്റേറ്റായി പോലും പല സ്ഥലങ്ങളിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ ഏത് അറ്റാക്ക് നടന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീലങ്കയിൽ ബോംബിട്ടപ്പോഴും നേരെ വരുന്നത് കേരളത്തിലേക്കാണ്. എന്നാൽ കേരളത്തിലുള്ള ആരെങ്കിലും ഈ പറയുന്ന മുസ്ലിം സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സമുദായത്തിലുള്ള ആളുകൾക്ക് ഇതുമായി ഒന്നും ബന്ധമുള്ളവരല്ല. വെറും വിരലിലെണ്ണാവുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിന്ദുക്കളായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളും അതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള
ശക്തമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാൽ മാത്രമേ കേരളത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നമ്മളുടെ ഈ പറയുന്ന എല്ലാം നമുക്കറിയാം, എല്ലാ വിഷയങ്ങളും സാമുദായികമായി തന്നെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആരാണ് ക്രിസ്ത്യാനി, ആരാണ് ഹിന്ദു, ഏതാണ് മുസ്ലിം എന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് നമുക്കറിയാം, കുട്ടികൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ ജാതി ചിന്തയോട് കൂടി ചെല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. നമുക്കിതെല്ലാം മാറ്റാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിന് വരുമാനം? ഇവിടുത്തെ ഒരു ഒറ്റ ഫാക്ടറി പോലും നമുക്കില്ല. ഇവിടെ ആകെയുള്ളത് മാൻ പവർ കയറ്റി അയക്കുന്ന, നമ്മളിവിടെ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യുന്ന കുറേ ആളുകൾ. മറ്റ് രണ്ടാമത് ഏക വരുമാനം എന്ന് പറയുന്നത് കൃഷി മാത്രമാണ്. ആ കൃഷി ഡെവലപ്പ് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പണം ഉണ്ടാക്കുവാനുള്ള യാതൊരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. ഇവിടെ ഒരു കാരണവശാലും ഒരു ഫാക്ടറികളും കേരളത്തിൽ വന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മളെ കൊണ്ട് പറഞ്ഞാൽ പോലും ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന, ഒരു സ്ഥലത്ത് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ പറഞ്ഞാൽ നമ്മൾ ആരും ചെയ്യില്ല. കാരണം ഇവിടുത്തെ തൊഴിൽ വ്യവസ്ഥകൾ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ രാജ്യത്തെ ഒരുപാട് പുറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മാറ്റുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയാൽ മാത്രമേ കഴിയൂ. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ വലിയ വളർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് കഴിയും. അതിൽ SNDP യോഗത്തിൻ്റെയും അത് തന്നെ BDJS ഉൾപ്പെടെ NDA ഉൾപ്പെടെയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്തിരിക്കും എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.